good morning and welcome to the show. Morning, Anila, and morning, viewers. സർ ആദ്യം തന്നെ നമുക്ക് US സൂചികകളിലേക്ക് പോകാം. US സൂചികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായ ആ ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡൗ ജോൺസ് ആണെങ്കിലും നാസ്ഡാക്ക് ആണെങ്കിലും S&P 500 ആണെങ്കിലും ശരി ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ തുടക്കത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയെങ്കിൽ പോലും പിന്നീട് അവിടെ നിന്ന് നേരിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും വീണ്ടും ഇന്നലെ 42,400, 42,800 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ അമേരിക്കൻ വിപണിയിലുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ ഓൾമോസ്റ്റ് 9 ട്രേഡിംഗ് സെഷൻസിൽ ഇതേ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ അൺലെസ് ആൻഡ് അൺടിൽ 42,400, 42,800 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. മേജർ സപ്പോർട്ടായിട്ട് കാണുന്ന 40,800 പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് എഗെയിൻ കാണാൻ സാധിക്കുന്നത് 21,600 പോയിന്റ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ വി ഹാവ് ടു വെയിറ്റ് ടിൽ ദിസ് റെസിസ്റ്റൻസ് ഇസ് ബ്രോക്കൺ. ബട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു കുതിപ്പ് നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. 21,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 21,900, 22,150, അതിനുശേഷം 22,600. യെസ് സർ, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ ഒരു ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 1% ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ പോലും ലേറ്റ് അവേഴ്സ് ആയപ്പോഴേക്കും ഇന്നലെ ഇൻട്രാഡേയിൽ നേടിയ നേട്ടം എല്ലാം തന്നെ കൈവിട്ടുകൊണ്ടായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിലേക്ക് കടക്കുകയാണെങ്കിലും പ്രധാനമായിട്ടും ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ തന്നെയാണ് ക്രൂഡിൽ ഇപ്പോഴും ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു സൈഡ് വൈസ് പാറ്റേൺ തന്നെയാണ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് മെയ് 15 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ക്രൂഡിലുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് തുടരുമെന്ന് തന്നെയാണോ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? ക്രൂഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഷോർട്ട് ടേമിൽ നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റെസിസ്റ്റൻസ് $66, മേജർ സപ്പോർട്ട് $62. അല്ല പറഞ്ഞത് വളരെ ശരിയാ, ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റേഞ്ചിനിടെ. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കണമെങ്കിൽ $66 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോങ് പൊസിഷൻ ക്രൂഡിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല കാണാൻ സാധിച്ചിരുന്നത്. ഇന്നും ഏകദേശം 0.5% ഇടിവിലാണ്. $3,300.874 എന്നൊരു നിലയിലാണ് സ്വർണത്തിന്റെ വിലയിൽ ഇപ്പോൾ ആഗോള വിപണിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. സ്വർണത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ട്രേഡിംഗ് അവസരം ലഭിക്കണമെങ്കിൽ $3,372 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് $3,390. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ $3,239 ആയിരിക്കും. യെസ് സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു മന്ത്ലി എക്സ്പയറിയും അതിനോടൊപ്പം തന്നെ വീക്കിലി എക്സ്പയറി കൂടിയായിരുന്നു. എന്നിട്ട് പോലും വളരെ ശക്തമായിട്ടുള്ളൊരു ഡിറക്ഷൻ സ്വീകരിക്കാതെ ഒരു കൺസോൾട്ടേറ്റഡ് ഫേസിലായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിക്കൊണ്ടായിരുന്നു ട്രേഡിംഗ് ആരംഭിച്ചത് എങ്കിൽ പോലും പിന്നീട് ഒരു ഘട്ടത്തിൽ 24,700 എന്നൊരു ലെവലും കൈവിടുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടത്. അവിടെ നിന്ന് വീണ്ടും പ്രത്യേകിച്ചും ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു ട്രേഡിംഗിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടന്നപ്പോഴേക്കും വലിയ തോതിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടാവുകയും 24,833.6 എന്നൊരു നിലയിലുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൺസോൾട്ടേഷൻ ഫേസിലാണ് ഈ ഒരു സെക്ടർ, ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റ് തുടരുന്നത്. ഈ ഒരു ഫേസ് തുടരുമെന്ന് തന്നെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? ഏതൊക്കെ ലെവലുകളായിരിക്കും താങ്കൾ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യുക? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം കണ്ടിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ 25,116 ആയിരുന്നു. അത്
മെയ് 15 നൽകിയതിനു ശേഷം നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കൺസോൾട്ടേഷനാണ് നടന്നു വരുന്നത്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ആ ബുള്ളിഷ് അണ്ടർടോണിൽ ഒരു മാറ്റവും ഇല്ല. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി പോസിറ്റീവ്. ബട്ട് നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 25,120 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നിഫ്റ്റി 50യുടെ നിലവിലുള്ള ഓൺഗോയിങ് ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 23,900 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം ഒരു 0.5% നേട്ടത്തിൽ 55,546.05 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ ഒരു കൺസോൾട്ടേറ്റ് മൂവ്മെന്റ് ആയിരുന്നു എങ്കിൽ പോലും ട്രേഡിംഗിന്റെ അവസാനം ഒരു ഹാഫ് ആൻ അവർ പരിശോധിക്കുമ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബൈയിങ് കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു മുന്നേറ്റത്തിലാണ് ഒരു പക്ഷേ ട്രേഡിംഗ് ഒരു പോസിറ്റീവ് ടോണിലും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഇനി? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ 23 ശേഷം ഒരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ 23 56,098 പോയിന്റിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. സോ 56,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചില ബാങ്കിങ് സ്റ്റോക്സിന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് 821 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു PSU ബാങ്ക് ഓഹരികളിൽ ഒരു ശക്തമായിട്ട് ബുള്ളി സെറ്റപ്പ് ഫോം ചെയ്യുന്നു. അതിന് പിന്നാലെ നമുക്ക് PSU ബാങ്ക് ഓഹരികളിൽ ബുധനാഴ്ച ഒരു ശക്തമായിട്ട് മറ്റ് ഇൻഡെക്സുകളൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ടോണിൽ പോയപ്പോൾ പോലും ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയ ഒരു സെക്ടറായിരുന്നു PSU ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നലെ നോക്കുമ്പോഴേക്കും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 0.5% ഇടിവിലാണ് PSU ബാങ്ക് സെക്ടർ സൂചിക ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. PSU ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PSU ബാങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് ലാർജ് PSU ബാങ്ക്സ്, സ്മോൾ PSU ബാങ്ക്സ്. സോ ഈ ലാർജ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഞാൻ നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 820. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 104 മുതൽ 105 വരെ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. കാനറ ബാങ്കിൽ നമ്മൾ കഴിഞ്ഞ 10 ദിവസത്തിൽ ഒത്തിരി നേട്ടം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആൻഡ് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ അഗെയിൻ അണ്ടർടോൺ ബുള്ളിഷായി തുടരുന്നു. ബട്ട് നമുക്ക് ലോ റിസ്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ബാങ്കിൽ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം സ്മോൾ PSU ബാങ്ക്സ് നോക്കുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 31 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടും. അതുപോലെ തന്നെ യൂക്കോ ബാങ്കിന്റെ കേസിൽ 32 രൂപ 25 പൈസ. IOBയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 39 രൂപ 50 പൈസ. ആൻഡ് സെൻട്രൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് അഗെയിൻ 39 രൂപ. ഈ റെസിസ്റ്റൻസ് ലെവൽസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ല അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഇന്നൊരു പക്ഷേ ഏറെ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് സുസ്ലോൺ ആയിരിക്കും. കാരണം സുസ്ലോണിന്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ശക്തമാണ്, ഒരു പക്ഷേ ഒരു വിപണിയെ തന്നെ സർപ്രൈസ് ചെയ്യുന്ന തരത്തിലുള്ള റിസൾട്ടാണ് ഇന്നലെ കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലാഭം മാത്രം 365.2% വാർഷിക വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 1,182.2 കോടി രൂപ. അതായത് കഴിഞ്ഞൊരു ഡെക്കേഡിലെ ഏറ്റവും മികച്ച റിസൾട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ഈ ഒരു റിസൾട്ടിന് മുൻപുള്ള ഒരു ദിവസം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു. ഏകദേശം ഒരു 1.36% ഒരു നെഗറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള ട്രേഡിംഗ് ഒക്കെ പരിശോധിക്കും, പ്രത്യേകിച്ച് മെയ് 12 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നതെന്നും കാണാം. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരും. നമ്മൾ ഇന്നലെ കണ്ടിരിക്കുന്ന നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രം. കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഇന്ന് നമുക്ക് സുസ്ലോണിന്റെ കേസിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. മോസ്റ്റ് ലൈക്ലി സിറ്റുവേഷൻ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു സ്റ്റോക്കിൽ വീണ്ടും പ്രോഫിറ്റ് ടേക്കിംഗ് പ്രതീക്ഷിക്കാം. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ലോങ് പൊസിഷൻസ് വീണ്ടും ഇതിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
സർ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഒരു ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തുന്ന സമയത്ത് ഏറെ ശ്രദ്ധ ആകർഷിച്ചൊരു സെക്ടർ ഡിഫൻസ് ആയിരുന്നു. ഡിഫൻസ് ഓഹരികൾ തന്നെ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികൾ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ഇന്നലെ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത്ര ഭേദപ്പെട്ട അല്ലെങ്കിൽ അത്ര മികച്ച ഒരു റിസൾട്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. മെസഗോൺ ഡോക്കിനെ സംബന്ധിച്ചിട്ടും അവരുടെ ലാഭത്തിലടക്കം ഒരു കുറവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 50%-നടുത്ത് 50.9% ഇയർ ഓൺ ഇയർ ബേസിലുള്ള ഒരു കുറവാണ് ലാഭത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുമാനം പരിശോധിക്കുകയാണെങ്കിലും വെറും 2.3% മാത്രം വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരികൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2.38% ഒരു നേട്ടത്തിലാണ്. മെസഗോൺ ഷിപ്പ് ബിൽഡേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ മറ്റ് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടി പങ്കുവയ്ക്കാം. മാസഗോൺ ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ സ്റ്റോക്ക് നൽകിയത് 3775 രൂപയിൽ. ആൻഡ് ആ ഒരു ലെവൽ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. കാര്യം ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 3675 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്, ബിക്കോസ് പ്രോഫിറ്റ് ടേക്കിംഗ് വിൽ ടേക്ക് പ്ലേസ്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ ഗാർഡൻ റീച്ചിന്റെ കേസിൽ നോക്കുമ്പോഴേക്കും അഗെയിൻ വളരെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു ഇന്നലെ നമുക്ക് നൽകിയത്. അഗെയിൻ ഈ ഒരു സ്റ്റോക്കും പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. അറ്റ് ദ മൊമെന്റ് ഗാർഡൻ റീച്ചിന്റെ കേസിലെ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് എങ്കിലും മാസഗോണിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കാം. 2790 സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ again undertone is bullish, but Masagon Dock and Garden റീച്ചിനെ അപേക്ഷിച്ച് ഈ സ്റ്റോക്കിൽ നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2150 അതിനുശേഷം 2240. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് ഏരിയ 1935 രൂപ. സർ, ഒപ്പം തന്നെ റെയിൽവേ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ടെക്സ്മാക്കോയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ്. ടെക്സ്മാക്കോയെ സംബന്ധിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ പ്രകാരം ഏകദേശം ഒരു 140 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതായിട്ടാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരികൾ 1.18% ഒരു നേട്ടത്തിലുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പ്രത്യേകിച്ച് മെയ് 16 മുതൽ ഒരു കൺസോൾട്ടേറ്റഡ് അല്ലെങ്കിൽ ഒരു സൈഡ് ബേസ് മൂവ്മെന്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ടെക്സ്മാക്കോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടെക്സ്മാക്കോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടും. ബട്ട് ഇൻസിഡന്റ്ലി ടെക്സ്മാക്കോ റെയിലിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ലോ റിസ്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 164 രൂപ 25 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 174, അതിനുശേഷം 184, 195. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ശ്രദ്ധയിലോട്ട് ഇന്ന് കൊണ്ടുവരും. സർ, ഒപ്പം തന്നെ അതിന് മുൻപത്തെ ദിവസങ്ങളിലായിട്ട് മികച്ചൊരു പാദഫലം പുറത്തുവിട്ട കമ്പനിയായിരുന്നു IRCTC. IRCTCയെ സംബന്ധിച്ച് ലാഭത്തിലടക്കം ഇയർ ഓൺ ഇയർ ബേസിൽ ഏകദേശം 26% ഒരു വളർച്ച കൈവരിച്ചതായിട്ടാണ് കാണാൻ സാധിച്ചിരുന്നത്. ഇന്നലെ ഇൻട്രാഡേയിൽ ഒരു 3%-ലധികം ഒരു മുന്നേറ്റം നടത്തിയിരുന്നു എങ്കിൽ പോലും പിന്നീട് ഏകദേശം ഒരു 0.21% ഒരു ഇടിവിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. IRCTCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IRCTCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 802 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബിക്കോസ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 755 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഒപ്പം തന്നെ താങ്കൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു 0.5% ഒരു ഇടിവിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു സൈഡ് വൈസ് മൂവ്മെന്റ് തന്നെയാണ് കാണാനും സാധിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഹൗസിംഗ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല എങ്കിൽ പോലും മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിൽ മേജർ ബുള്ളിഷ് ട്രിഗർ നമ്മൾ കാണാൻ സാധിക്കും 126 രൂപ 50. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 120, 135. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ
ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സപ്പോർട്ട് 120 രൂപ. യെസ് സർ, അതിനോടൊപ്പം തന്നെ ITC-യുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ITC-യെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപക്ഷെ FMCG സെക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്യുന്നതിൽ വലിയ തോതിലൊരു പങ്ക് വഹിക്കുന്ന ഓഹരി കൂടിയാണിത്. കഴിഞ്ഞ ദിവസവും ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു, അതായത് ബുധനാഴ്ചയും ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഏകദേശം ഇന്നലെയും ട്രേഡിംഗ് ആരംഭിച്ചത് ഏകദേശം ആ ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതും. 0.35% ഇടിവിൽ 418.75 എന്നൊരു നിലയിലാണ്. ITC-യിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ITC-യുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിഫ്റ്റി 50-യെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ITC. ITC-യുടെ കേസിൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ബാറ്റ് ഇൻഡസ്ട്രീസ്, ദാറ്റ് ഈസ് ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ കമ്പനി, അവരുടെ ഹോൾഡിങ്ങിൽ നിന്നും ഏകദേശം ഒരു 2-3% ഓഹരി വിറ്റിരുന്നു. അതിനെ തുടർന്നായിരുന്നു നമുക്ക് ഈ ഗ്യാപ് ഡൗൺ ട്രേഡിംഗ് കഴിഞ്ഞ 2 സെഷൻസിൽ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് NCC ലിമിറ്റഡ് ആണ്. ഇന്നലെ ഏകദേശം 0.45% ഇടിവിൽ 236.41 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഓഹരിയിൽ കാണുന്നത്. NCC-യിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NCC-യുടെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഇനി നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കാമെങ്കിൽ 260 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 227 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ചില ഓട്ടോ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടാണ് താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഹ്യൂണ്ടായി മോട്ടോർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. വലിയ പ്രതീക്ഷകളോടെ വിപണിയിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഓഹരി കൂടിയായിരുന്നു ഇത്. എന്നാൽ പ്രകടനം പരിശോധിക്കുമ്പോഴേക്കും അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല ഈ ഓഹരിയിൽ കാണാനും സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.5% ഇടിവിൽ 1870.3 എന്നൊരു നിലയിലാണ്. ഹ്യൂണ്ടായി മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ആക്ച്വലി ഹ്യൂണ്ടായി മോട്ടോഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിൽ അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത് 1820 മുതൽ 1910 രൂപ ആ ഒരു റേഞ്ചിലാണ് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 1910 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 1960, 1985, 2017. അപ്പം മഹീന്ദ്രയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഓഹരി 0.37% നേട്ടത്തിൽ 3009 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ട്രേഡിംഗിന്റെ അവസാന മിനിറ്റുകളിലേക്ക് ഏകദേശം ഒരു ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ഈ ഓഹരിയിൽ നടന്നതായിട്ടാണ് കാണുന്നത്. മഹീന്ദ്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മഹീന്ദ്ര കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുകയാണെങ്കിൽ 3300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ ട്രേഡിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. വരുൺ ബിവറേജസ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ്. വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഇന്നലെ ഇൻട്രാഡേയിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. 483.05 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. VBL ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വരുൺ ബിവറേജസിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ അഗെയിൻ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷനിൽ 460 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. യെസ് സർ, അതിനോടൊപ്പം തന്നെ BSE ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ 2.5% ഒരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയാണ് BSE എന്ന് പറയുന്നത്. ഒരുപക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് നിക്ഷേപകർക്ക് വലിയ തോതിൽ റിട്ടേൺ നൽകിയ ഒരു ഓഹരി കൂടിയാണ്. BSEയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
BSEയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2290 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് നിയർ ഇറ്റ്സ് ഓൾ ടൈം ഹൈസ്. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഇന്നലെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത മറ്റൊരു കമ്പനിയായിരുന്നു ഓല ഇലക്ട്രിക് എന്ന് പറയുന്നത്. വിപണിയിലേക്ക് എത്തിയിട്ട് അധിക നാളായിട്ടില്ല. ഒരുപക്ഷെ വലിയ പ്രതീക്ഷകൾ നിക്ഷേപകർക്ക് നൽകിയ ഒരു ഓഹരി കൂടിയായിരുന്നു. എന്നാൽ ഇന്നലത്തെ ഒരു റിസൾട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർത്തും നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നടത്തിയിരിക്കുന്നത്. അവരുടെ നഷ്ടത്തിലടക്കം വലിയ തോതിലുള്ള ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നലെ 0.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓല ഇലക്ട്രിക്കിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഓല ഇലക്ട്രിക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലെ ഇൻസിഡന്റലി നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് 45 രൂപയ്ക്ക് അടുത്ത് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 45ന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഹെവി സെല്ലിംഗ് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ട്രേഡിലെ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. അടുത്തതായിട്ട് സുപ്രിയ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ 3.78% ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മുതൽ ഇങ്ങോട്ട്, പ്രത്യേകിച്ചും ഏപ്രിൽ 21 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു വി ഷേപ്ഡ് റിക്കവറിയാണ് കാണാൻ സാധിക്കുന്നത്. സുപ്രിയ ലൈഫ് സയൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുപ്രിയ ലൈഫ് സയൻസസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റിംഗ് കാണാൻ സാധിച്ചിരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 660 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ പാറ്റേൺ റിവേഴ്സ് ചെയ്യപ്പെടും. ഈ സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 843 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റവും പ്രതീക്ഷിക്കാം. യെസ് സർ. അടുത്തതായിട്ട് അവലോൺ ടെക്നോളജീസിലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അവലോൺ ടെക്നോളജീസ് ഇന്നലെ ഏകദേശം ഒരു 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവലോണിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? Avalon Technology is a small cap stock and the stock steady ചെയ്യുമ്പോഴേക്കും അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കിൽ കാണുന്ന പ്രോബ്ലം ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 940, അതിനുശേഷം 1040. യെസ്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. യെസ്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.